നമസ്കാരം. എല്ലാവർക്കും ജോളി റജി സൂപ്പർ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്കക്കുരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോകാം. ചക്കക്കുരു ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വെള്ളമൊക്കെ വറ്റിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് മെഴുക്ക് വരട്ടാനായിട്ട് ആരംഭിക്കാം. ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, വലിയ ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ച് അതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു അതിലേക്ക് എടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. അങ്ങ് ബലം പിടിക്കാതെ, എന്താ പറയുക, നമുക്ക് വെള്ളമൊക്കെ പറ്റി ഒരു ഡ്രൈ ആയി വരുന്നൊരു ടൈമുണ്ടല്ലോ, അത് കണക്കാക്കി എടുക്കണം. നല്ലപോലെ ബലം പിടിച്ച് കറുമുറ തിന്നുന്ന ആ ഒരു പരുവത്തിലല്ല, മെഴുക്ക് പുരട്ടി ആ പരുവമുണ്ടല്ലോ, കടിച്ചാൽ കടി കൊള്ളണം എന്നാ പറഞ്ഞാൽ വെള്ളം പിടിച്ചിരിക്കരുത്, അങ്ങനെയുള്ള ആ ഒരു പാകം. അതാണ് മെഴുക്ക് പുരട്ടിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അത്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തതാണ് വേണ്ടത്. ഉണക്കമുളകിൻ്റെ പൊടിയില്ല, കുറച്ചുകൂടെ ടേസ്റ്റ് അതാണ്. ഒരു പെരുംജീരകം, ഏലക്ക 3-4 എണ്ണം, ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, അതും ഒന്ന് പൊടിച്ചെടുത്തതും, വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തത്, ആവശ്യത്തിന് കറിവേപ്പില, അല്പം കായപ്പൊടി, ഇതെല്ലാം ചേർത്തും കൂടെ ഈ വഴന്ന് വന്നിട്ടുള്ള തേങ്ങാക്കൊത്ത്, ഉള്ളി അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഇളക്കി, അതിന് ശേഷമാണ് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള ചക്കക്കുരു ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി എടുക്കേണ്ടത്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരൈറ്റമാണ്. ഞാൻ പറയാതെ തന്നെ ചക്കക്കുരുവിൻ്റെയും ചക്കയുടെയും ഒക്കെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നാച്ചുറലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചക്കക്കുരു എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതെല്ലാം കൂടി ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ സമയാസമയങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ വറ്റൽ മുളകും ഇതൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം അത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. വേണ്ട സമയത്ത് ഫ്ലെയിം കൂട്ടി കൊടുക്കുക, വേണ്ട സമയത്ത് കുറച്ച് കൊടുക്കുക, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. ഇവിടെ ചക്കക്കുരു വെള്ളമൊക്കെ വറ്റിയത് ഇവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കും. വറ്റൽമുളക് നമ്മൾ ക്രഷ് ചെയ്ത് ഇടുന്നുണ്ട്, വലിയ കളർ കിട്ടുന്നില്ല. അപ്പോൾ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കണം. അപ്പോൾ ആ മെഴുക്ക് വരട്ടിട്ട് ഒരു റെഡ് കളർ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ ചക്കക്കുരു പാനൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല ഒരു കുറച്ച് മതിയെന്നുള്ളവർക്ക് ആ വറ്റൽമുളക് ചക്കക്കുരു മാത്രം മതിയാകും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കേ, നമ്മുടെ ചക്കക്കുരു
ഇവിടെ ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ല്, പെരുംജീരകത്തിൻ്റെ ഏലക്കായുടെ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നതിൻ്റെ കണ്ടില്ലേ. നല്ല ഇതിലേക്ക് ഒരല്പം പച്ച കറിവേപ്പിലയും കൂടെ ആ ചൂടോടെ ഊരി അങ്ങിട്ട് കൊടുക്കുക, അടച്ചവിടെ വെക്കുക. അതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് സെർവ് ചെയ്തെടുക്കുക. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.